നമുക്കിപ്പം ശ്രീകുമാർ ഏട്ടൻ കൂടിയുണ്ട്. എൻ ശ്രീകുമാർ, കോൺഗ്രസ് യാത്രികൻ, ഈ പ്രഖ്യാപനത്തെ താങ്കൾക്ക് ഇനിയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലേ? കാരണം ഇന്നിപ്പോൾ എം പി രാജേഷ് എന്നോടും രാവിലെ വളരെ കൃത്യമായൊരു 40 മിനിറ്റ് എടുത്ത് ഇത് വിശദീകരിച്ചു, ഇതിൻ്റെ രീതിശാസ്ത്രത്തെക്കുറിച്ചുമെല്ലാം. വിട്ടുപോയവരുണ്ടെങ്കിൽ അവരെ കൂട്ടിച്ചേർക്കാൻ ഹെൽപ്പ് ലൈൻ നമ്പർ പോലും കൂട്ടിച്ചേർക്കാം. ഇതൊരു തുടർ പ്രക്രിയയാണ്, ഇന്നലെ കൊണ്ട് അവസാനിക്കുന്നതല്ല, ഇന്നലെ കൊണ്ട് തുടങ്ങുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സ്കീമിലും പെട്ടുപോയിട്ടില്ലാത്ത, ഒരു തരത്തിലുള്ള ആശ്രയത്വവുമില്ലാത്ത, പരസഹായമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത മനുഷ്യരാണ് ഈ പട്ടികയിൽ വന്നിരിക്കുന്നത്. അത് AY കാർഡുള്ളവരെയാണോ എന്നൊരു തെറ്റിദ്ധാരണ സമൂഹത്തിൽ ഉണ്ടാക്കി. അത് നിരുത്തരവാദപരമായ നിലപാടായിരുന്നു എന്നാണ് എം പി രാജേഷ് പറഞ്ഞത്. പ്രതിപക്ഷം കള്ളം പറയുകയാണോ, അതല്ല പ്രതിപക്ഷത്തിന് ഇത് ബോധ്യപ്പെടാതെ പോകുന്നതാണോ? എന്താണ് സംഭവിക്കുന്നത് ശ്രീകുമാർ? നോക്കൂ ഡോക്ടർ അരുൺകുമാർ, ഇന്ന് രാവിലെ മന്ത്രി രാജേഷും താങ്കളും തമ്മിലുള്ള അഭിമുഖം ഞാൻ ശ്രദ്ധിച്ചു. അതിൽ തന്നെ ഒരു സുതാര്യത എന്നുള്ള ഒരു സംഗതി ഉണ്ടല്ലോ നമ്മുടെ ഈ പദ്ധതികളുടെ കാര്യത്തിൽ. അങ്ങനെ ഒരു സുതാര്യമായ കാര്യങ്ങൾ കൃത്യമായി അറിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. നമ്മുടെ നാട്ടിൽ അതിദരിദ്രരുണ്ടോ ദാരിദ്ര്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നതും അത് പഠിക്കുന്നതൊക്കെ നമ്മൾ തന്നെയാണ്, നമ്മളുടെ ചുറ്റുപാടുകൾ തന്നെ അത് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരാളുടെ LDF കൺവീനറുടെ നാട്ടിലെ ഒരാൾ എനിക്ക് അയച്ചു തന്നാൽ, ഞാനിപ്പോൾ ഡോക്ടർ അരുൺകുമാറിന് ഇപ്പോൾ അത് അയച്ചു തരാം. അവിടെ ഒരു അതിദരിദ്രൻ ഇപ്പോഴും ഉണ്ട്, ഒരുവിധ സഹായവും കിട്ടാതെ എനിക്ക് ഫോട്ടോ അയച്ചു തന്നാണ്, ഞാൻ ഇപ്പോൾ അങ്ങോട്ട് അയച്ചു തരാം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്, അവരെ കണ്ടെത്താം എന്ന് കരുതുന്നതുകൊണ്ടാണല്ലോ ഇപ്പം വീണ്ടും ഒരു മന്ത്രി പറഞ്ഞത് നമുക്കതിനൊരു ഒരു പ്രോഗ്രാമുണ്ട്, അതനുസരിച്ചിട്ട് ആർക്കെങ്കിലും കിട്ടാത്തവരുണ്ട് കണ്ടെത്താമെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ അർത്ഥം എന്താണ്? കിട്ടാത്തവരുണ്ടെന്നല്ലേ? അപ്പോൾ അവർ പറഞ്ഞെന്താ? 2021 മന്ത്രിസഭ തീരുമാനിച്ചു ശരിയാണ്. എന്നാൽ തീരുമാനിച്ചത് 2025 നവംബറിൽ നടപ്പാക്കണമെന്ന്. 2021 രാഷ്ട്രീയ തീരുമാനമാണത്. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കും, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. അതിനു മുമ്പ് പ്രഖ്യാപിക്കണം. അപ്പോൾ ഈ 4 വർഷം ഇവർ നടത്തിക്കൊണ്ടിരുന്നത് ഇത് പദ്ധതി പഠനമൊന്നുമല്ല. പദ്ധതി പഠനമാണോ എന്ന് ചോദിക്കുന്നവരോട് ഇവരെന്താ ചോദിക്കുന്നത് അറിയാവോ? നിങ്ങൾ എവിടെ ആയിരുന്നു? മന്ത്രി ചോദിക്കുക ഉറങ്ങുകയായിരുന്നോ? അങ്ങനെയാണോ ചോദിക്കേണ്ടത്? ഈ നമ്മുടെ നാട്ടിലെ വിദഗ്ധർ എന്ന് പറയുന്നത് എന്താണ്? ഈ കാര്യങ്ങൾക്ക് പഠിക്കുന്നവരാണ്. ആ പഠിക്കുന്നവർ ഓരോ ദിവസവും എവിടെയാണ് സർവേ എന്ന് അന്വേഷിച്ച് നടക്കുകയാണോ? അല്ല. ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ ആ സർവേ നടക്കുമ്പോൾ ആ സർവേയുടെ വിവരം ഒന്നുകിൽ അവരെ അറിയിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പ്രസിദ്ധീകരിക്കണം. ഇവിടെ 64,000 പേരുടെ പേര് അവർ പറയുന്നുണ്ട്. ഈ 64,000 പേരും ഇതുവരെ സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടില്ല. അത് പഞ്ചായത്തുകളിലൊക്കെ കിട്ടുമായിരിക്കാം, പക്ഷേ ആ പേര് ഇതുവരെ ആർക്കും അറിയാനും വയ്യ. അത് പഞ്ചായത്തുകളിലോ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടാകുമായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ ഡോക്ടർ KP കണ്ണനെ പോലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇടത് ചിന്താഗതിക്കാർ അവർ കൂടെ നടന്നവരാണ്. ഇവർക്കൊരു പ്രശ്നം വരുമ്പോൾ, ഇവർ ചോദ്യം ചെയ്യപ്പെട്ടു എന്ന് വരുമ്പോൾ, വിമർശനം ഉണ്ടാകുമ്പോൾ ആ കൂടെ നടന്നവരെ കാലെ ചവിട്ടി വീഴ്ത്തുകയല്ല വേണ്ടത്. അവരെ കൂടെ വിളിച്ചിരുത്തി അവരുടെ സംശയം തീർത്തു കൊടുക്കണം. എന്തുകൊണ്ടാണ് ഈ സംശയം ഉന്നയിച്ച മേരി ടീച്ചർ ഉൾപ്പെടെയുള്ള 10-20 പേരെ ഈ മന്ത്രി എന്താ വിളിച്ച സംശയം തീർക്കാത്തത്? ആ സംശയം തീർക്കാൻ എന്താ ബുദ്ധിമുട്ടുണ്ടോ? ഒരു യോഗം വിളിക്കാൻ ഇത്രയധികം കോടികൾ ചിലവാക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ ഈ 15-20 പേരെ വിളിച്ച് ഈ കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ എന്താ മന്ത്രിക്ക് പറ്റാത്തത്? അതിൻ്റെ അർത്ഥം സുതാര്യമല്ല എന്നുള്ളതാണ്. ഈ സുതാര്യമല്ല എന്നുള്ളതിൻ്റെ മറ്റൊരു രാഷ്ട്രീയമായ തെളിവാണ് ഇന്നലെ അവിടെ മൈതാനത്ത് നടന്നത്. മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ ഈ പാർട്ടിയുടെ പരിപാടി ആയിട്ടാണല്ലോ അത് അവിടെ നടത്തിയത്, മുന്നണിയുടെ പരിപാടി. അസംബ്ലിയിൽ ഈ പരിപാടി നടത്തി. അസംബ്ലി നടത്തുമ്പോൾ പ്രതിപക്ഷത്തെ വിളിച്ചു. 140 MLA-മാരുണ്ട്. ഭരണപക്ഷം പറയുന്നതായിട്ട് കൈയടിച്ചു പോകാനല്ലല്ലോ പ്രതിപക്ഷം. ഭരണപക്ഷത്തെ ഒരു പദ്ധതി ആവിഷ്കരിച്ച് അത് പ്രഖ്യാപിക്കുമ്പോൾ പ്രതിപക്ഷം ചില ചോദ്യങ്ങൾ ചോദിക്കും, അതിന് ഉത്തരം അവിടെ നൽകണമായിരുന്നു, നൽകിയില്ല. എന്നിട്ട് വൈകിട്ട് പൊതുസമ്മേളനത്തിൽ 3 സൂപ്പർ സ്റ്റാറുകളുടെ പേര് മുൻകൂട്ടി പറഞ്ഞിരുന്നു. മോഹൻലാലും മമ്മൂട്ടിയും കമൽഹാസനും. ഇവരെ കേരളീയത്തിന് ക്ഷണിച്ചിരുന്നു, ഈ 3 നടന്മാരെ. അപ്പോൾ ആ 3 നടന്മാരിൽ 2 പേർ വന്നില്ല. മമ്മൂട്ടി അറിയാമല്ലോ, അദ്ദേഹം ഒരു പാർട്ടിയോട് അനുഭവമുള്ള ഒരാളാണ്, പാർട്ടി ചാനലിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാളുമാണ്. മറ്റ് 2 പേർക്കും വരാൻ അസൗകര്യം ഉണ്ടായി. എന്താണ് അസൗകര്യം ഉണ്ടായത്? എന്താണ്? ഇതിൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടതുകൊണ്ടാണ്. ആരാണ് വിശ്വാസ്യത ചോദ്യം ചെയ്തത്? കേരളത്തിലെ പ്രതിപക്ഷം മാത്രമല്ല, കേരളത്തിലെ വളരെ അറിയപ്പെടുന്ന വിദഗ്ധർ എന്ന് പറയുമ്പോൾ പരിഹസിച്ചിട്ട് കാര്യമില്ല. ചില കാര്യങ്ങളിൽ വൈദഗ്ധ്യമുള്ളവരെ നമ്മൾ വിദഗ്ധരെന്ന് വിളിക്കും. പത്രപ്രവർത്തനത്തിൽ താങ്കൾക്കുള്ള ഒരു വൈദഗ്ധ്യം ഒരുപക്ഷെ രാഷ്ട്രീയക്കാർക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ താങ്കളുടെ പത്രപ്രവർത്തകൻ്റെ കാര്യം ഒരു രാഷ്ട്രീയക്കാരൻ ചോദിക്കുമ്പോൾ താങ്കളെ പരിഹസിക്കുകയാണോ ചെയ്യേണ്ടത്? അപ്പോൾ ആ പരിഹാസം ഒരു ആയുധമാക്കിയിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ഗവൺമെൻറ് കരുതരുത്. ഗവൺമെൻറ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സൂപ്പർ സ്റ്റാറിൽ എന്തുകൊണ്ട് വന്നില്ല എന്നൊരു ചോദ്യം വളരെ ചർച്ചയാവേണ്ടതാണ്. കാരണം ആ സുതാര്യതയും വിശ്വാസ്യതയും നഷ്ടപ്പെടുമെന്ന് അവർക്ക് തോന്നി. കാരണം അവർ സാക്ഷികളായാൽ നാളെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു പ്രഖ്യാപനം പോലെ അല്ലല്ലോ വരുന്നതിനേക്കാൾ സുതാര്യത നമ്മുടെ നാട്ടിൽ മറ്റെന്ത് ചർച്ചയ്ക്കുണ്ട്?
അത് നല്ല ചോദ്യമാണ്. ഇത് ഗ്രാമസഭകളും അതുപോലെ അത് ബന്ധപ്പെട്ട എല്ലാ ജനകീയ സഭകളും ചർച്ച ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റിന്റെ ഒരു തീരുമാനമാണത്. ഗവൺമെന്റിന്റെ തീരുമാനം UDF-ഉം LDF-ഉം BJP-യും ഭരിക്കുന്ന പഞ്ചായത്തുകളിലൊക്കെ ചെയ്യും. അതിദാരിദ്ര്യം മുക്തം എന്ന് പറയുമ്പോൾ 2001 AK ആന്റണി മുഖ്യമന്ത്രി അയക്കുമ്പോൾ ആശ്രയ പദ്ധതി ഉണ്ടായിരുന്നല്ലോ, ഡോക്ടർ അരുൺകുമാറിന് അറിയാമല്ലോ. അന്ന് 6 ലക്ഷം പേരെ കണ്ടെത്തി. അങ്ങനെ ആശ്രയ പദ്ധതി പിന്നീട് ഉമ്മൻചാണ്ടിയും അച്യുതാനന്ദനും പിണറായി വിജയന്റെ കാലത്തിന് വേറെ ഒരു മിഷൻ എന്നുള്ള പേരിലേക്ക് മാറ്റുകയും ചെയ്തു. അങ്ങനെയൊക്കെ നടത്തി കുറേ പേര് അതിൽ പുറത്തേക്ക് വന്നിട്ടുണ്ട്, കുറേ പേര് ഔന്നത്യം പ്രാപിച്ചിട്ടുണ്ട്. അതല്ലാതെയുള്ള ഒരുപാട് പേര് അത് ഇന്ന് കണ്ട ദരിദ്രൻ നാളെ അതിദരിദ്രനായി മാറുന്ന ഘട്ടമാണ്. അപ്പം സമ്പൂർണ്ണ സാക്ഷരത പോലെ ഇത് പ്രഖ്യാപിക്കാൻ പറ്റില്ല. സമ്പൂർണ്ണ സാക്ഷരത എല്ലാ ജനങ്ങളുടെയും ദൈനംദിന ജീവിതത്തെ ബാധിക്കണമെന്നില്ല. മറിച്ച് അതുപോലെയല്ല അതിദാരിദ്ര്യത്തെക്കുറിച്ച് പറയേണ്ടത്. അതിദാരിദ്ര്യം എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇന്ന് സമ്പന്നൻ നാളെ ദരിദ്രനാകുന്ന അവസ്ഥ നമ്മൾ കണ്ടതല്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇതൊക്കെ സൂക്ഷ്മമായി വിശകലനം ചെയ്തിട്ടില്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം മോഹൻലാലും കമലഹാസൻ സംസ്ഥാന സെക്രട്ടറി ചോദിച്ച ചോദ്യം, എറണാകുളം ജില്ല അതിദാരിദ്ര്യമുക്തമെന്ന് പ്രഖ്യാപിച്ചല്ലോ, അതാരാണ് പ്രഖ്യാപിച്ചത്? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, UDF-ന്റെ പല പഞ്ചായത്തുകളും അതിദാരിദ്ര്യം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് ആശ്രയ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കിടന്ന ഒരുപാട് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. 2000 മുതൽ 2025 വരെ ഇവർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ഒരു ഗവൺമെന്റും. ഇവർ 2014 വന്ന പിണറായി വിജയന്റെ ഗവൺമെന്റാണ് ഇതെല്ലാം ചെയ്തത്. എന്തിനാണ് ആശ്രയ പദ്ധതി എങ്ങനെയാ ഉണ്ടായത്, എന്തുകൊണ്ടാ? അതൊക്കെ കൃത്യമായിട്ട് പദ്ധതിയുടെ കൂടി ഗുണഭോക്താക്കളാണ് ഇപ്പോൾ ദാരിദ്ര്യമുക്തരായിട്ടിരിക്കുന്ന ആളുകൾ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ പദ്ധതിയെ കോൺഗ്രസ് അംഗീകരിക്കുകയല്ലേ വേണ്ടത്? അല്ല ആ പദ്ധതി ആണോ ഈ പദ്ധതി എന്ന് ചോദിച്ചാൽ അല്ലെന്നല്ലേ ഉത്തരം. കാരണം ഇവർ കൊണ്ടുവന്ന ആ എറണാകുളം ജില്ല ദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചത് കോൺഗ്രസ് ആണ്. തീർച്ചയായിട്ടും അവിടുത്തെ കോൺഗ്രസിന്റെ പഞ്ചായത്തിന്റെ കഴിവാണത്, എന്താ സംശയത്തില്? ശ്രീകുമാർ, ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ വരെ അതായത് ഇന്നലെ മിനിങ്ങാന്ന് വരെ ഈ മന്ത്രിമാരും അതുപോലെ CPM നേതാക്കളും ഒക്കെ പറഞ്ഞെന്താ അറിയാമോ? ഇതൊരു ഗവൺമെന്റ് പരിപാടിയാണ്. ഇന്നലെ എന്ത് ചെയ്തു? വിമർശനം വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു? UDF പഞ്ചായത്തുകൾക്കും ഇതിൽ അഭിമാനിക്കാമെന്നൊരു വാക്ക് കൂട്ടിച്ചേർത്തു. എന്നിട്ട് UDF പഞ്ചായത്തുകൾക്ക് അഭിമാനിക്കാമെന്നുള്ള അവരുടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗുളിക അത് ഇന്നലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വിതരണം ചെയ്തു. അതിനിടയ്ക്ക് വേറൊരു സംഭവമുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞതാണ് റിപ്പോർട്ടർ ചാനലിൽ തന്നെ. അതായത് ഇവർ വേറൊരു കാര്യം കൂടെ കൊണ്ടുവന്നു. അതായത് ഇന്നലെ ചില ചാനലുകളിലെ നമ്മുടെ അവതാരകരെ, ചില രാഷ്ട്രീയമുള്ള ഇടതുപക്ഷ രാഷ്ട്രീയം തന്നെ ഞാൻ പറയുന്നു, അവതാരകരുടെ ചില പരിപാടികളിൽ അവർ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. ഈ രാജേഷ് 2 ദിവസം മുമ്പ് ചോദിച്ചതാ, ഇത്രയും കാലം എവിടെയായിരുന്നു? ആ ചോദ്യത്തിന് എന്താ പ്രസക്തി? മേരി ടീച്ചറെ പോലുള്ള ഒരു സാമ്പത്തിക കാര്യ കൈകാര്യം ചെയ്യുന്ന ഒരു ടീച്ചറെ ഓരോ ദിവസവും എടുത്തിട്ട് ഇന്ന് ആദിവാസി കോളനിയിലത്തെ കാര്യങ്ങൾ അന്വേഷണം നടക്കണോ? അവരെ മനസ്സിലാക്കി കൊടുക്കാൻ ഇവർക്ക് പറ്റിയില്ലല്ലോ. പഠന കോൺഗ്രസ് നടത്തി ഭരിക്കുന്ന സർവേ നടക്കുന്നുണ്ടെന്നും 4 ലക്ഷത്തോളം ആളുകൾ ഉദ്യോഗസ്ഥന്മാരും വോളണ്ടിയർമാരും ഇങ്ങനൊരു വിശദമായ ജനകീയ പങ്കാളിത്ത പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടെന്നും അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇവരൊക്കെ എന്ത് വിദഗ്ധരാണ്? ആ ചോദ്യമാണല്ലോ മന്ത്രി ചോദിച്ചത്. അത് തന്നെയാണ് ഡോക്ടർ അരുൺ ചോദിക്കുന്നത്. 2021 മെയ് 18 ഉദ്ഘാടനം ചെയ്യുമ്പോൾ അന്ന് MV ഗോവിന്ദൻ മാഷാണ് തദ്ദേശ വകുപ്പ് മന്ത്രി. അന്ന് മാധ്യമങ്ങൾ വാർത്തയാക്കിയതാണ്. അപ്പോൾ ഇതിൽ താല്പര്യമുള്ളൊരു സാമൂഹ്യശാസ്ത്ര വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പദ്ധതിയെക്കുറിച്ച് പഠിക്കും. ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷനെ കുറിച്ച്, പങ്കാളിത്ത പഠനത്തെക്കുറിച്ച് ഒരുപാട് നല്ല മാതൃകകൾ ഇത് സമ്മാനിച്ചു. 72 പേജുള്ള ഒരു വലിയ പുസ്തകം ഇറക്കി. അത് കാണാത്തവരാണോ ഈ സാമൂഹ്യ വിദഗ്ധര്? നോക്കൂ ഡോക്ടർ അരുൺ, നമ്മളൊരു പദ്ധതി നടപ്പാക്കുമ്പോൾ, ഒരു പ്രഖ്യാപനം നടക്കുമ്പോൾ ആ പ്രഖ്യാപനത്തെക്കുറിച്ച് അറിയുന്നത് എപ്പോഴാണ്? അതിന്റെ പരിപൂർണതയിൽ എത്തുമ്പോഴാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയ രീതിശാസ്ത്രത്തോടു കൂടി ഒരു പഠനം നടക്കുന്നു എന്നുള്ളത് മാധ്യമങ്ങളിൽ വരുമ്പോൾ അതിൽ ഞാനടക്കമുള്ള എല്ലാ അക്കാദമിക് വിദഗ്ധരും അത് നോക്കണം, അത് പരിശോധിക്കണം. AC മുറിയിൽ ഇരുന്നിട്ട് പ്രഖ്യാപനത്തിന് റിപ്പോർട്ട് വരുമ്പോൾ മാത്രം എടുത്ത് പഠിക്കുന്നല്ലോ, സെക്കൻഡറി മെറ്റീരിയലല്ലോ. ഇത് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷനിലൂടെയും ഡാറ്റ കളക്ഷനിലൂടെയുമാണ് ഈ മെത്തഡോളജി ഉണ്ടായത്.
ഡോക്ടർ അരുൺ, താങ്കൾ പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കലാണ്. അതായത് ഒരാൾക്ക് അതായത് ഞാൻ ഒരാളുടെ പേര്, ഈ 20 പേര് ഒപ്പിട്ടിയ തന്നെ 3-4 പേര് എടുത്തോളൂ. ഡോക്ടർ ഉമ്മനോ, ആർ വിജയമേനോ, ഡോക്ടർ കണ്ണനോ, അല്ലെ ഡോക്ടർ മേരി ജോർജോ, അല്ലെങ്കിൽ മറ്റേ ഡോക്ടർ രാമൻകുട്ടിയോ, ആര് വേണമെങ്കിൽ എടുത്തോളൂ. ഞാൻ പറഞ്ഞാൽ അവർക്ക് ഇത് എപ്പോഴാണ് അവരുടെ കയ്യിൽ കിട്ടുന്നത്? ഓരോ ദിവസം അവർക്ക് പഠന റിപ്പോർട്ട് കൊടുത്തിരുന്നോ? അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കാര്യം നടപ്പാക്കുന്നത് ഗവൺമെന്റിന്റെ ഒരു പരിപാടിയാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞോട്ടെ ദയവായിട്ട്. ഇതിന്റെ ഒരു പരിപാടിയാണ്. ഈ പരിപാടിയുടെ തുടക്കത്തിൽ എന്താണ്? ഏതാണ്ട് 2.6 ലക്ഷം പേരാണ് ഇതിൽ വന്നിരുന്നത്, ഈ അതിദാരിദ്ര്യത്തിൽപ്പെടുന്നവര്. അതെങ്ങനെ ആറ്റിക്കുറുക്കി അത് 64,000 എത്തിച്ചു. ഈ 64,000 എത്തിച്ചപ്പോൾ മറ്റുള്ളവർ എവിടെ പോയതൊരു ചോദ്യമുണ്ട്. അതുപോലെ ഇവരെ നമ്മുടെ മന്ത്രി അസംബ്ലിയിൽ ഷൊർണൂരിലത്തെ CPM MLA മമ്മൂട്ടിക്ക് കൊടുത്ത അതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത ഞാൻ പറഞ്ഞ സഭയിലല്ല. ആ ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല. കാര്യം അത് വളരെ വ്യക്തമായി മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അന്ത്യോദയ അന്നയോജന കാർഡിൽ പെട്ടവരല്ല അതിദരിദ്രർ എന്നത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിർവചിച്ചിരിക്കുന്നത്. അതുപോലും കിട്ടാത്തവർ, ഇനി അതുണ്ടെങ്കിൽ പോലും പരാശ്രയമില്ലാതെ ഭക്ഷണം പാചകം ചെയ്യാനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റാത്തവരാണ്. അതും ഇതുമായി ബന്ധിപ്പിക്കേണ്ട എന്നാണ് ഭക്ഷ്യവകുപ്പ് മന്ത്രിയും തദ്ദേശ വകുപ്പ് മന്ത്രിയും പറഞ്ഞത്. രണ്ടും രണ്ടാണ്. അല്ല, രണ്ടും രണ്ടാണെന്ന് അവർ പറഞ്ഞോട്ടെ. അവർ പറയുന്നത് വിശ്വാസമില്ലെന്ന ജനങ്ങൾക്ക്. PM ശ്രീ പദ്ധതി ഒപ്പിട്ട കാര്യത്തിൽ പോലും മന്ത്രിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം സമ്മതിച്ചിരിക്കുന്നു. അത് അങ്ങ് പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഈ പറഞ്ഞ കാര്യത്തിൽ നമുക്ക് കുറച്ചുകൂടി വ്യക്തത വരണം. നമ്മൾ സമയം അധികം CPM പ്രതിനിധി കൂടി അങ്ങയുടെ ഈ സംശയങ്ങൾക്കുള്ള മറുപടി നൽകും. AK അനുരാജ് കൂടി ഒറ്റ കാര്യം ഒരു 30 സെക്കൻഡിൽ അവസാനിപ്പിക്കാം. ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. 30 സെക്കൻഡ് വേണ്ട, ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്നിപ്പോൾ ഇവർ പറഞ്ഞല്ലോ, അതായത് അതിദാരിദ്ര്യർ പുറത്തുണ്ടെങ്കിൽ അവരെ ഉൾപ്പെടുത്താനായിട്ട് ഒരു ഹെൽപ്പ് ഡെസ്ക് തുടങ്ങുമെന്ന്. ആ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയതേ ഈ അതിവിദഗ്ധർ എന്നിവർ പരിഹസിക്കുന്നവർ പറഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ അത് ഉണ്ടാകുമായിരുന്നില്ല. വിദഗ്ധർ അവരുടേതായ അവർക്ക് കിട്ടുന്ന അറിവുകളിൽ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന വിവരങ്ങളിൽ അവരവരുടെ സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നു. സംശയങ്ങൾ പ്രകടിപ്പിക്കുമ്പോഴാണല്ലോ അതൊരു ജനാധിപത്യ സമൂഹമാവുന്നത്. അതുകൊണ്ട് ആ വിദഗ്ധരെ ഒന്നും പരിഹസിക്കാനില്ല. അവരിൽ പലരും നമ്മുടെ ഗുരുക്കൾ കൂടിയാണ്. അവർക്ക് അങ്ങനെ സംശയമുണ്ടെങ്കിൽ ആ സംശയം വന്നപ്പോഴാണ് ഈ ചർച്ച കൂടുതൽ സംവാദാത്മകമായതെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ആ വിദഗ്ധരുടെ ചോദ്യങ്ങൾ ഇപ്പോഴും പ്രസക്തമായ ചോദ്യങ്ങളാണ്. അതിനുള്ള മറുപടിക്ക് ശേഷം ആ വിദഗ്ധർക്ക് എന്ത് പറയാനുണ്ട് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ഇതൊരു അക്കാദമിക് സംവാദം കൂടിയാണല്ലോ. Debate with Dr. Arun Kumar.